Konnichiwa minasan, വെൽക്കം ബാക്ക് ടു another വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1165 മലയാളം മാങ്ക എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഈ ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ താമസമില്ല. ഈ സ്കാൻസ് വരാനുള്ള താമസം മാത്രമേ ഉണ്ടായിരുന്നു. ഈ ചാപ്റ്ററിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. കാര്യം വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടറല്ല നമ്മുടെ റോക്സിൻ്റെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ ഏകദേശം അവസാനത്തെ ചാപ്റ്ററായിട്ട് ഇതിനെ പറയാൻ സാധിക്കുന്നതായിരിക്കും. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ താഴത്തുള്ള ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ചാപ്റ്ററിൻ്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ ലോയിനെ ബെപ്പോയിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നമ്മുടെ സ്യൂസായിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുമാത്രമല്ല ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എക്കോ എന്നായിരുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ റോക്സായിട്ട് റോജറിൻ്റെ അടുക്കലും ഗാർപ്പിൻ്റെ അടുക്കലും മനസ്സിൽ പറയുന്നുണ്ട്, പ്ലീസ് അല്ല നീ അത് കേട്ടിരുന്നെന്ന് ഗാർപ്പ് ചോദിക്കാൻ നേരത്ത് നമ്മുടെ റോജർ പറയുകയും ചെയ്യും, അതെ കേട്ടു. ആ ടൈമിൽ തന്നെ റോക്സ് ചാടി വന്ന് അവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. ഈ ടൈമിൽ തന്നെ അവൻ വീണ്ടും പറയുന്നുണ്ട്, എന്നെ ഒന്ന് കൊല്ലി. ഈ സമയത്ത് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ റോജർ റെഡിയാകെ അതേ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, നിന്റെ വാക്കുകളും നിന്റെ പ്രവൃത്തിയും നിന്റെ ഫേസും ഒന്നും തന്നെ ആഡപ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് റോക്സിൻ്റെ അറ്റാക്ക് അവൻ സക്സസ്ഫുള്ളി ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഗാർപ്പ് മുകളിൽ കൂടെ ചാടി റോക്സിൻ്റെ മുഖത്ത് നോക്കി ഒരു നല്ലൊരു പഞ്ച് കൊടുക്കുകയും കുറച്ച് ദൂരം മാത്രം അവനൊന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചു. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരു വലിയൊരു ഹാക്കി അവൻ റിലീസ് ചെയ്തുകൊണ്ട് അവരെ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് തെറിപ്പിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു നമ്മുടെ റോക്സ്. ആ ടൈമിൽ തന്നെ ഗോഡ് വാലിൽ ഒരു വലിയൊരു ഹാക്കിയുടെ റിലീസ് ഉണ്ടായി മുകളിലുണ്ടായിരുന്ന ആ ഒരു സ്കൈ ഉണ്ടല്ലോ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടിരുന്ന എല്ലാവരും പേടിച്ച് വിറച്ചുപോയി. അവർ പറയുന്നുണ്ട്, നോക്കിക്കേ ആകാശം രണ്ടായിട്ട് പിളർന്നിരിക്കുന്നു, ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ സമയത്ത് തന്നെ റോക്സിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ പോകുന്നുണ്ട്. അവൻ പറയും ചെയ്യും, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഷിപ്പ് ഇവിടുന്ന് സ്റ്റീൽ ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ല അപ്പൊ റോക്സിന്റെ ഷിപ്പോ? മന്ദബുദ്ധി, ആരും ഇനി തിരിച്ചു പോകുന്നില്ല. ആ ടൈമിൽ തന്നെ ഷീക്ക് കിടന്ന് കാണുന്നുണ്ട് റോക്സ് പൈലറ്റ്സ് ഒരു ഹിസ്റ്ററി ആകാൻ പോകുവാണ്. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഗാർപ്പിന്റെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, വൈസ് അഡ്മിറൽ ഗാർപ്പ് താങ്കൾ ഒന്നുകൂടെ പറയോ, ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ സർവേഴ്സിനെ മറീൻസിനെ കയറ്റി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അല്ല റോജർ, നീ അവിടെ എന്ത് ചെയ്യുവാണ്? ഞാൻ പറയുന്നേക്ക്, റെയിലേ അവിടേക്ക് വരുന്ന അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങൾ കടലിലേക്ക് പൊക്കോണം. ഞാൻ എന്തായാലും നിങ്ങളുടെ പുറകെ വന്നേക്കാം. ഒരു കാര്യം ഓർത്തോ, ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് അവർ രണ്ടുപേരും, അതായത് നമ്മുടെ റോജറും ഗാർപ്പും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഗാർപ്പ് പറയുകയും ചെയ്യും, റോജർ ആൻഡ് റോക്സ് നിങ്ങളെ രണ്ടുപേരും പിടിക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ മുന്നോട്ട് പോകുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ റോജർ പറയുകയും ചെയ്യും, പിന്നെ അല്ലാതെ ഞാനിവിടേക്ക് വന്നത് ഷാക്കിനെ രക്ഷിക്കാനും പിന്നെ കുറച്ച് ട്രഷേഴ്സ് എടുക്കാനായിട്ടാണ്, പക്ഷേ ഇത് അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല. എന്താടാ, ഒരു ടെമ്പററി അലയൻസ് ക്രിയേറ്റ് ചെയ്താലോ? അതിലെനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഐഡിയയിൽ ഞാൻ ത്രില്ഡാണ്. പക്ഷേ ഇവൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്ന് പറയാൻ നേരത്ത് റോക്സ് ചാടി വന്ന് ഗാർപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിലും ഗാർപ്പ് നേരെ മുകളിലേക്ക് ചാടുന്നുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ റോജറാട്ടെ മുകളിലേക്ക് ചാടി നമ്മുടെ റോക്സിൻ്റെ ബാക്കിലേക്ക് ഒരു അറ്റാക്ക് ചെയ്ത് അവനെ അവിടെ സ്ഥലത്തേക്ക് ഇടുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഗാർപ്പ് അവൻ്റെ കാലിൽ വന്ന് പിടിച്ചിട്ട് പറയും ചെയ്യും, നിന്റെ ഈ ഫോമും നിന്റെ ഈ കേഴ്സും ഇത് ഞങ്ങൾക്ക് അണ്ടു ചെയ്യാൻ മറ്റു മാർഗമൊന്നും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ഗാർപ്പ് അവനെ പൊക്കെടുത്ത് ദൂരത്തെട്ട് എറിയേ റോജർ ചാടി എഴുന്നേക്കടാന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്ന നമ്മുടെ റെയിലിനാണ്. റോജർ, നീ ഫൈറ്റ് ചെയ്യുന്ന നിർത്ത്, നമുക്ക് എത്ര പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണം, ഈ ഹാക്കി അത്ര സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിൽ തന്നെ ഗ്ലോറിയസ് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഷിപ്പ് കൊള്ളാലോ, എന്നെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുവോ? അല്ലേ ഗ്ലോറിയസ്, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബിഗ് മോമിനെ അതേപോലെ കായിഡോനാണ്. കായിഡോ, നീ ഒരു കാര്യം കേട്ടോ, നീ നിന്റെ ലൈഫ് ലോങ് എൻ്റെ അടുക്കോ ഒരു വലിയ ഡെപ്റ്റ് ഉണ്ട്. സോ ഒരു ദിവസം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അതെല്ലാം കൂടെ മേടിക്കാനായിട്ട്. പിന്നെ ഒരു കോപ്പമില്ല, നീ തോറ്റതാണ്, നീ നല്ല ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് തന്നെ തോറ്റതാണ്. ഇനി നീ വേണേ കണ്ടോ, ഞാനൊരു പുതിയ ക്രൂ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. അവിടെ ഒരേ ഒരു ലോ മാത്രമേ കാണത്തുള്ളൂ, അതായിരിക്കും ബ്രൂട്ടാലിറ്റി. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ആകപ്പാട് വളർന്നു പോയോ? ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, നീ ഒരിക്കലും എന്നെ തോൽപ്പിക്കുന്നതല്ല. ലില്ലിൻ, നീ അവിടെ എന്ത് ചെയ്യുവാണ്? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അത് മാത്രമല്ല ഈ ട്രഷേഴ്സൊക്കെ എടുക്കാനുമുണ്ട്. കായിഡോ, ഒരു ദിവസം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും എനിക്ക് ആവശ്യമുള്ളത് മേടിക്കാനായിട്ട്. നീ അങ്ങോട്ട് വാ, ഞാൻ നിന്നെ ക്രഷ് ചെയ്യുന്നതായിരിക്കും. ഇതേ സമയത്ത് തന്നെ റോജറിനെ ഗാർപ്പിനെ റോക്സ് വലിച്ചിട്ട് തന്നെ കീറുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈറ്റ് ബേഡിനെയാണ്. അല്ലടാ, മിയ മൗണ്ടിന്റെ ഒരു ഭാഗം പൊട്ടിച്ചു കളഞ്ഞല്ലോ ന്യൂ ഗേജ്, നീ ആരാ? അല്ല നിങ്ങളുടെ ക്രൂ ഒക്കെ ആകെപ്പാട് തകർന്നു പോകുവാണല്ലോ. എൻ്റെ പേര് ഗ്രഹാം എന്നാണ്.
പോളോ ഗ്രഹാം, ക്യാപ്റ്റൻ ഓഫ് പോളോ പൈററ്റ്സ്. മച്ചാനെ കാണാൻ കറക്റ്റ് നമ്മുടെ മാർക്കോനെ പോലെയാണ്. കഴിഞ്ഞൊരു ചാപ്റ്ററിനകത്ത് മാർക്കോനെ പോലെ ഒരാളെ കണ്ടിരുന്നു. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ പോളോ ഗ്രഹാം ആയിരുന്നു. അവൻ പറയും ഞാൻ നിന്റെ ബിഗ് ഫാനാണ് കേട്ടോ. അല്ല നിനക്കൊരു ഷിപ്പ് വേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയാലോ? പിന്നെ മുന്നിൽ നിന്ന് മാറാൻ നോക്കി, എനിക്കതിലൊന്നും ടൈമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റൂസ് ചോദിക്കുന്നുണ്ട്, അല്ല ന്യൂ ഗേറ്റ് എന്തേ? അവനെപ്പറ്റി എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് അവർ പറയുന്നുണ്ട്, ഡ്രാഗൺ നീ പറയുന്ന കേൾക്ക്, അടങ്ങി നിൽക്കാൻ നോക്ക്, പിന്നെ മിണ്ടി പോകരുത്. നീയൊക്കെ എന്തുവാടാ കാണിച്ചു കൂട്ടിയെന്ന്? നിനക്ക് എന്തെങ്കിലും വലിയ ഇതുണ്ടോ? ഡ്രാഗൺ പറയുന്ന കേൾക്ക്. എടാ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള എല്ലാ സർവേഴ്സിനെ എടുത്ത് ഷിപ്പിൽ കയറ്റാൻ നോക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ പറ, എല്ലാത്തിനും ഞാൻ കൊല്ലും. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ ഡ്രാഗനാട്ടെ അവന്റെ സീനിയർ ഓഫീസറിന്റെ ലൈഫ് ത്രെട്ടൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ അവിടേക്ക് രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ഡ്രാഗൻ, നീ ചുമ്മാ ഇവിടുന്ന് പോകുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ആണാ എങ്കിൽ വാ, ആരാണെങ്കിലും എന്റെ മുന്നിലേക്ക് വാ. ഈ സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ ഗബാനും റെയിലും കൂടെ മുന്നോട്ട് ഓടുന്നുണ്ട്. അല്ല നിങ്ങളിത് എങ്ങോട്ട് പോകുകയാണ്? ഞങ്ങളെ നോക്കണ്ട, നിങ്ങൾ എന്തായാലും സെയിൽ ചെയ്തോ, ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവരും മുന്നിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോഡ് വാലിലെ ആ ഒരു സ്ഥലമാണ്. ഈ സമയത്ത് തന്നെ വെസ്റ്റ് ബ്ലൂയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സാറ്റൻ പറയുന്നുണ്ട്, ആ ഒരു ഐലൻഡ് അത് ഇതിനു മുമ്പ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. കേട്ടല്ലോ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ഫൈറ്റ് തന്നെയാണ്. ആ ടൈമിൽ തന്നെ നറേറ്റർ പറയുന്നുണ്ട്, G11ന്റെയും CP6ന്റെയും റെക്കോർഡ്സ് വെച്ച് അതൊരു വലിയ ടോപ്പ് സീക്രറ്റ് ആയിട്ട് തന്നെ കണക്കാക്കിയിരുന്നു. അതായത് ഗോഡ് വാലി എന്ന് പറയുന്നത് ഒരു ടോപ്പ് സീക്രറ്റ് ആയിരുന്നു. ഗോഡ് വാലിനെ പറ്റിയുള്ള എല്ലാം അവിടെ കൊണ്ട് നശിച്ചിരുന്നു. ആ പേരും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരും അവിടെ മരിച്ചവരും ആ റെക്കോർഡ്സും അവിടുത്തെ സൈസും അവിടുത്തെ പോപ്പുലേഷനും എല്ലാം തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞിരുന്നു. ഈ സമയത്ത് തന്നെ ഗോഡ് വാലിയുടെ ആ മറ്റൊരു മൗണ്ടന് ഇടിഞ്ഞ് താഴത്തേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് റോജർ പറയുന്നുണ്ട്, ഗാർബ് നിനക്കറിയാലോ ഈ ഒരു ഇൻസിഡന്റ് ആ ഒരു ബ്ലാക്ക് മോൺസ്റ്ററിന്റെ പിന്നിൽ ഗവൺമെന്റ് ആണെന്ന്. അതൊരു ആരോഗ്യമായിട്ടുള്ള ജസ്റ്റിസ് അല്ലേ? ആ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ കൂടുന്നു. എങ്കിൽ ഒരു കാര്യം പറയാം, നിനക്ക് എപ്പോഴെങ്കിലും നേവി വിടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും എൻ്റെ ക്രൂവിലേക്ക് വരാവുന്നതാണ്. ഇല്ല, അത് ഞാൻ എതിർക്കുന്നു. കാര്യം അപ്പോൾ പിന്നെ മറൈൻസിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ഗാർബ് ഇതിനെല്ലാത്തിനും മാസ് മാത്രമാണ് ഉത്തരം. മാസോ? നീ എന്താണ് ഈ പറയുന്നത്? ഈ ആർമോന്റ് ഹാക്കി എന്ന് പറയുന്നത് നോർമലി ഡെവൽ ഫ്രൂട്ട്സിനൊക്കെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് ഹാക്കിയും കൂടെ കോട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ അറ്റാക്സും ചെയ്യുന്നത്. പക്ഷേ ഒന്നും തന്നെ വർക്കാവുന്നില്ല. എങ്ങനെ വർക്കാകാനായിട്ടാണ്? അവനും കോൺഗ്രസ് ഹാക്കി യൂസ് ചെയ്ത് അവന്റെ ഗാർഡ് അപ്പാക്കിയിരിക്കുമല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അറ്റാക്കും ക്യാൻസൽ ഔട്ട് ആയി പോകുവാണ്. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്ക് നിന്നോട്ട് പറയാനുള്ളത്. നമ്മൾ അത് ഓവർകം ചെയ്തില്ലെങ്കിൽ ഈ ഡാമേജ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഫൈറ്റ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മളിവിടെ തോക്കുന്നതായിരിക്കും. നമുക്ക് ആ മോൺസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അറ്റാക്ക് നമ്മുടെ ഫുൾ മാസ് യൂസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആക്കിയുടെ അറ്റാക്ക് ഒരുമിച്ച് ചാനൽ ചെയ്യണം. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമോ അതറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് സർവേ പോലും ചെയ്തെന്ന് വരത്തില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സ്ഥലത്തിന്റെ കാര്യം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ റോക്സ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ആ ടൈമിൽ പറയും റോക്സ് എനിക്കറിഞ്ഞൂടാ ഞാൻ എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന്. പക്ഷേ നിനക്കെന്ത് സംഭവിച്ചെന്നും അറിഞ്ഞൂടാ. എന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ റോക്സ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ റോജർ തൻ്റെ കണ്ണീര് തുടച്ചിട്ട് പറയും ഇത് കരയാനുള്ള ടൈമെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഗാർബും ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായി. നമ്മുടെ റോക്സ് ആട്ടെ അവന്മാരുടെ അടുത്തേക്ക് വരാൻ നിർത്ത് അവർ രണ്ടുപേരും ഒരേപോലെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്സ് റോക്സിന്റെ ശരീരം തുളച്ചു കളഞ്ഞിരുന്നു. അന്നത്തെ ദിവസം റോക്സ് ഡി സെബേക്കിന്റെ ആ ഒരു കെയോറ്റിക്കുള്ള ക്രൂ ഡിസ്മാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ മുഴങ്ങാത്ത ആ ഒരു ശബ്ദം ഈ ലോകത്തിനെ തന്നെ ഒന്ന് പേടിപ്പിച്ചിരുന്നു. അവരുടെ ആ ഒരു ലെഗസി കാരണം ഈ ലോകം തന്നെ കുലുങ്ങേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ അതവിടെ അവസാനിക്കുവാണ്. ഗോഡ് വാലി ഇൻസിഡന്റ് ഇവിടെ അവസാനിക്കുവാണ്. റോക്സ് ഡി സെബേക്കിന്റെ ആ ഒരു ടൈം ഇവിടെ അവസാനിക്കുവാണ്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നൊരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ് കേട്ടോ.